ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. സീക്ക് ഹിസ് ഫേസ്. ഈ ദൈവത്തിൻ്റെ മുഖത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് നമുക്ക് സന്തോഷമില്ലെങ്കിൽ പിന്നെ അതിനേക്കാൾ വേറെ നല്ല മുഖം ഇല്ല. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ഒരുങ്ങിയിരിക്കാം കർത്താവ് ഇടപെടാനായിട്ട്. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് ഹൃദയങ്ങളിലേക്ക് ഇടപെടും. ഇന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു, ഇന്ന് പലരുടെയും ജീവിതത്തിൽ നിങ്ങൾ അടുത്ത മണ്ഡലത്തിലെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓണർഷിപ്പ് എടുക്കുന്ന കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട നാളായിരിക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അതുകൊണ്ട് വചനത്തിൻ്റെ അല്പ ചിന്തകൾ നമുക്ക് ധ്യാനിക്കുന്നതിന് മുമ്പാകെ നമുക്ക് പ്രാർത്ഥനയോടെ ഈ സമയം ദൈവകരങ്ങളിലേക്ക് കൊടുക്കാം. കർത്താവേ, ഞങ്ങൾ ഈ സമയം അങ്ങേക്കായി ഞങ്ങൾ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വളരെ ശക്തമായിട്ട് ഇവിടെയുണ്ട്. ജെറി എന്നുള്ള പേർ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്നതായിട്ട് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവിൽ താങ്കളുടെ സന്തോഷം കർത്താവ് പുതുക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. യേശുവിനെ കുറിച്ച് പറയുന്ന വ്യക്തിയായി താങ്കൾ മാറും. താങ്കളുടെ അകത്തു നിന്ന് ഒരു വലിയ ജീവജലത്തിൻ്റെ ഉറവ. ഹല്ലേലൂയ. ഇന്ന് താങ്കളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചില പുതിയ മീനിങ്ങുകൾ നൽകുകയാണ്. ജീവിതത്തെക്കുറിച്ച് ചില പുതിയ മീനിങ്ങുകൾ നൽകുകയാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. ഏതൊക്കെയോ ആശയക്കുഴപ്പങ്ങളിൽ നിന്ന്, ചില മാറാൻ കഴിയാത്ത ചിന്തയുടേതായിട്ടുള്ള മണ്ഡലങ്ങളിൽ നിന്ന് അത് പൊട്ടിച്ച് പരിശുദ്ധാത്മാവ് ചില പ്രത്യേകമായിട്ടുള്ള ചില വെളിപ്പാടുകളോടെ ഇനിയുള്ള ദിവസങ്ങളിലേക്ക് താങ്കളെ പൊസിഷൻ ചെയ്യുക. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. കർത്താവ് ഇത് ചെയ്യുകയാൽ നന്ദി. ഹല്ലേലൂയ. ഇന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് വലിയ സ്വാതന്ത്ര്യത്തിലേക്ക് ചില ആൾക്കാരെ നയിക്കും. ഹല്ലേലൂയ. കർത്താവ് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മധ്യേ ഉള്ളതിനായിട്ട് നന്ദി പറയുന്നു. ഓ, വി കം അറ്റ് ദിസ് ടൈം. ഹല്ലേലൂയ, വി കം അറ്റ് ദിസ് ടൈം. കർത്താവെ, ഓൺലൈനിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം അവരുടെ മേൽ, പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ അവരോടൊപ്പം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ആത്മാവിൽ ജാഗരിച്ച് ഇരുന്നാട്ടെ. ഹല്ലേലൂയ. കർത്താവെ, ഇന്ന് ആരെങ്കിലും ഒരു തണുപ്പിൻ്റെ അനുഭവത്തിലൂടെ, കർത്താവെ, ഒരു മുരടിപ്പിൻ്റെ അനുഭവത്തിലൂടെ പോകുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തട്ടെ. കർത്താവെ, ഒരു വികാര പ്രകടനമായിട്ടല്ല, എന്നാൽ ദൈവത്തോടും ദൈവപ്രവൃത്തിയോടും കർത്താവെ തടുത്തു നിർത്തുവാൻ കഴിയാത്തവണ്ണമുള്ള ഒരു വലിയ അഗ്നി, ഒരു വലിയ പാഷൻ, അത് യേശുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടെ ദൈവസഭയിൽ അത് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസഭയിൽ അത് ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ദൈവസഭയിൽ ജ്വലിക്കട്ടെ. ഹല്ലേലൂയ. ജെറിൻ എന്നുള്ള പേർ ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ പ്രവൃത്തി, പുതിയ അഭിഷേകം, ചില ദൈവ വേല ചെയ്യുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിൻ്റെ ചില പ്രത്യേക പ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവനാമത്തിന് ഞങ്ങൾ മഹത്വം നൽകുന്നു. സകലതും ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1-2 വാക്യങ്ങൾ എടുത്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ക്രിസ്തുവേശുവിൻ്റെ ദാസന്മാരായ പൗലോസും തിമോത്തിയോസും ഫിലിപ്പിയിൽ ക്രിസ്തുവേശുവിലുള്ള സകല വിശുദ്ധന്മാർക്കും അധ്യക്ഷന്മാർക്കും ശുശ്രൂഷകന്മാർക്കും കൂടെ എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. മഹത്തായിട്ടുള്ള കൃപയെക്കുറിച്ച് നമ്മൾ ആഴ്ചകളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടെല്ലാം നമ്മൾ ഇടവിടാതെ നമ്മൾ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. ഇന്ന് പൗലോസ് അപ്പോസ്തലനും തിമോത്തിയോസും കൂടെ ഫിലിപ്പിയ സഭയ്ക്ക് എഴുതുമ്പോൾ ഈ മഹത്തായിട്ടുള്ള ദൈവകൃപയോടുകൂടെ ചേർത്ത് എഴുതിയിരിക്കുന്ന അടുത്ത ആ വാക്കിനെ കുറിച്ചും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമാധാനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു. ഇന്ന് രാവിലെ പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ? കർത്താവ് നിങ്ങളോട് ഇടപെടുകയാണെന്ന് വിചാരിച്ചാൽ മതി. ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പം
അദ്ദേഹം എന്നോട് പറയാം, പാസ്റ്റർ എനിക്ക് അത്ര അധികം വലിയ വലിയ ആഗ്രഹങ്ങൾ, ഇച്ചിരി സമാധാനം, ഇച്ചിരി സന്തോഷം, ഇതൊക്കെ മതി. കൃപയും സമാധാനവും. സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ്. സമാധാനത്തിൻ്റെ പീസ്, ഇതിൻ്റെ സ്പെല്ലിങ് പലപ്പോഴും REST എന്നാണ് വരുന്നത്. ഈ സമാധാനത്തിൽ നിന്നാ സ്വസ്ഥത വരും. നമ്മൾ അതിനെക്കുറിച്ച് അല്പം പഠിച്ചിട്ട് എന്തുകൊണ്ടാണ് ചില സമയങ്ങളിൽ നമുക്ക് സമാധാനം കിട്ടാത്തതെന്നും ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമാധാനമാണ് നമ്മൾ കാര്യങ്ങളെ വിവേചിക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഈ സമാധാനമാണ് നമ്മളെ ജീവിതം ആസ്വദിക്കുവാനായിട്ട് സഹായിക്കുന്നത്. നമുക്കറിയാമോ, ചില ആൾക്കാരുടെ ജീവിതത്തിൽ അവർക്ക് സമാധാനമില്ല. പക്ഷെ അവരെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും, അതിൻ്റെ പകുതി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിച്ചു പൊളിച്ച് സന്തോഷിച്ച് ജീവിച്ചേനാണ്. അപ്പം അത് പറയുന്നത് നമ്മൾ എന്തോ ചിന്തിക്കുന്ന എന്തോ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത്. നമുക്ക് തിരുവചനം നോക്കാം, എങ്ങനെ സമാധാനിക്കണമെന്ന് ആ തിരുവചനം പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. തെറ്റായിട്ടുള്ള പല തീരുമാനങ്ങൾ, തെറ്റായിട്ടുള്ള പല വാക്കുകൾ, അതിന് തൊട്ട് മുമ്പ് വരുന്ന സാധനമാണ് സമാധാനമില്ലായ്മ. നാം പലപ്പോഴും സമാധാനിക്കാത്തത് അതിനു മുമ്പ് there is a negative forecast. എന്തോ ഫോർകാസ്റ്റ്, നമ്മൾ സാധാരണ നമുക്കറിയുന്ന വെതർ ഫോർകാസ്റ്റ് അല്ലേ, കാലാവസ്ഥയുടെ ഫോർകാസ്റ്റാണ്. അല്ലെങ്കിൽ നാളെ എന്ത് സംഭവിക്കും, ഇന്ന സമയത്ത് ആപ്പൊക്കെ നോക്കിയിട്ട് ഇറങ്ങുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ സമാധാനം പോകാൻ കാരണം എന്താണ്? അതായത് നാളെ എന്തോ ഒന്ന് ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ നടക്കുമെന്നുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ടാണ് നമുക്ക് ഈ സമാധാനം പോകുന്നത്. പാസ്റ്റർ എന്തോ ഇപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ എന്നാണ്. ഈ സമാധാനം അല്ലെങ്കിൽ ഈ സമാധാനം നമുക്ക് നഷ്ടമാകുന്നത് വറി, ആകുലത എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴാണ് സമാധാനം പോകുന്നത്. അപ്പോൾ ഈ ആകുലത വരുമ്പോഴത്തേക്കും അതിൻ്റെ കൂടെ ഒരു ട്വിന്നും കൂടെ ഉണ്ട്, ഭയമെന്നാണ് പുള്ളിയുടെ പേര്. ഇവർ രണ്ടുപേരും കൂടെയാണ് സാധാരണ ചേർന്ന് പ്രവർത്തിക്കുന്നത്. തിരുവചനം ഫിലിപ്പ് ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു നമുക്ക് നോക്കാം. തിരുവചനം എവിടെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്തോ അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറയുന്നത് ആ ജീവകാലത്തിൽ തിരുവചനം പഠിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തെക്കുറിച്ചും ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചും എങ്ങനെയെല്ലാം നമ്മെ പരിപാലിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുമെല്ലാം നമുക്ക് വ്യക്തമായി ഏറ്റവും അധികമായിട്ടുള്ള സോഴ്സ് തിരുവചനമാണ്. ഈ തിരുവചനത്തിൽ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ചില സമയത്ത് പരിശുദ്ധാത്മാവിൽ നിന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഒരല്പം കഴിഞ്ഞ് ഒന്ന് ചിലപ്പോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് കേട്ടത് ശരിയാണോ എന്ന് ചിലപ്പോൾ തോന്നും. അല്ലെങ്കിൽ ചിലപ്പോൾ വേറൊരു ദൂത് എന്തെങ്കിലും വരുവാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് തോന്നാം അങ്ങനെ അല്ലല്ലോ, ഇത് മാച്ച് ആവുന്നല്ലോ എന്നൊക്കെ തോന്നുമായിരിക്കാം. നമ്മൾ എത്ര കണ്ണ് തിരുമ്മി എഴുന്നേറ്റാലും വചനം അവിടെ തന്നെ അങ്ങനെയൊക്കെ തന്നെ കാണും. ഹല്ലേലൂയ. ആ പുസ്തകത്തിലെ വചനത്തിന് മാറ്റവുമില്ല. ആ വചനം അവസാനം വരെ നിലനിൽക്കുന്ന വചനമാണ്. അപ്പം നമുക്ക് നോക്കാം. ഫിലിപ്പ് ലേഖനത്തിൽ ആദ്യമായിട്ട് 1-ാം അധ്യായത്തിൻ്റെ 3ഉം 4ഉം വാക്യങ്ങൾ, നമ്മൾ ചില വാക്യങ്ങൾ ഫിലിപ്പ് ലേഖനത്തിൽ നോക്കിയതിന് ശേഷം പിന്നീട് നമ്മൾ ഈ വറി അടിക്കുന്നതിന് പകരം, ആകുലപ്പെടുന്നതിന് പകരം എന്തുവാ ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ ഗിയർ അങ്ങ് മാറ്റാൻ പോവുക. അപ്പം ഫിലിപ്പിയർ 1:3-4 പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി കഴിക്കുന്നു എന്നല്ല പറയുന്ന, കഴിക്കുന്ന സകല പ്രാർത്ഥന എന്നാകട്ടെ പറയുന്നത്, തെറ്റിപ്പോകരുത്. പൗലോസ് അപ്പോസ്തലൻ ഭയങ്കര കഴിപ്പുകാരനാണെന്നും വിചാരിക്കരുത്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും എപ്പോഴും സന്തോഷത്തോടു കൂടെ പ്രാർത്ഥിച്ചും. ഇനി അടുത്തതാ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശുക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും എന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ പ്രവൃത്തി ആരംഭിച്ചത് ആരാ? ഈ പ്രവൃത്തി ആരംഭിച്ചത് ദൈവമാ. എപ്പോഴാ ഈ പ്രവൃത്തി ആരംഭിച്ചത്? തിരുവചനം പറയുന്നത് ലോകസ്ഥാപനത്തിന് മുൻപേ തന്നെ ദൈവം നമ്മെ കണ്ടിരിക്കുന്നു.
ഏത് കാലഘട്ടത്തിൽ, ഏത് സമയത്ത്, ഏത് മാതാപിതാക്കൾക്ക് ജനിക്കണം, ഇതെല്ലാം ദൈവം കണ്ട്, ദൈവം നാം ഏത് സമയത്ത് ദൈവത്തോട് പ്രതികരിക്കും, ഇതെല്ലാം അറിഞ്ഞ് ദൈവം ആ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചു. എന്നിട്ട് തിരുവചനം പറയുന്നത്, ഈ നല്ല പ്രവൃത്തിയെ ആരംഭിച്ച ദൈവം അത് ക്രിസ്തുവിൻ്റെ നാളോളം, അതായത് യേശുക്രിസ്തു വരുന്നത് വരെ കർത്താവിൻ്റെ ഗ്യാരണ്ടിയും കമ്മിറ്റ്മെൻറ്റും കൂടെ ഉണ്ട്. അത് മുഴുമിക്കാനായിട്ട്, അത് തികയ്ക്കുമെന്ന് ഉറപ്പായി വിശ്വസിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ കഴിവിലല്ലാതെ വേറെ ഏതെങ്കിലും ഒരു കാര്യത്തിനകത്ത് ആശ്രയിക്കുന്നതെങ്കിൽ ഞാൻ ആകുലപ്പെടും. ഞാനൊന്നും ചെയ്യണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ ചെയ്യുന്നതിനെയും ഞാൻ പ്രവർത്തിക്കുന്നതിനെയും, ഞാൻ യേശുവിനെ അറിയുന്നതിന് മുമ്പാകെ തന്നെ കർത്താവ് എന്നെ കണ്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. കർത്താവ് തൻ്റെ വേല, എന്നെക്കുറിച്ചുള്ള പദ്ധതി എത്രയോ നേരത്തെ ആരംഭിച്ചു. അങ്ങനെ നേരത്തെ കണ്ട ദൈവം, അത്രമാത്രം എന്നെ വേർതിരിച്ചറിയുവാൻ കഴിയുന്ന ദൈവം എന്നിലുള്ള ദൈവപ്രവൃത്തി മുഴുമിക്കാൻ ശക്തനും വിശ്വസ്തനുമാണെന്ന് പൗലോസ് അപ്പോസ്തലൻ കുറച്ചുറപ്പുണ്ടെന്നല്ല പറയുന്നത്, ശരിക്കും ഉറപ്പായി വിശ്വസിക്കുന്നു എന്നാ പറയുന്നത്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ദൈവം വിശ്വസ്തനാണെന്ന് ഉറപ്പായിട്ട് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ദൈവത്തിന് മനുഷ്യന്റെ പോരായ്മകളൊന്നും ഒരു പ്രശ്നമോ അല്ല. ദൈവത്തിന് മനുഷ്യന്റെ വലിയ ബുദ്ധിയും ഒരു പ്രശ്നമല്ല. കാരണം എവിടെല്ലാം ദൈവപ്രവൃത്തി ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം തകർക്കാനായിട്ട് പിശാച് പലപ്പോഴും മനുഷ്യരെ ഉപയോഗിച്ചു. ദൈവം അതിനെല്ലാം ഈസിയായിട്ട് ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. ഹല്ലേലൂയ. നമ്മുടെ മേലുള്ള പിശാചിൻ്റെ പ്രവൃത്തിയെയും നമ്മുടേതായിട്ടുള്ള ചില പോരായ്മകൾ കാണുന്ന പ്രശ്നങ്ങളെയെല്ലാം നികത്തി ദൈവത്തിൻ്റെ കൃപയാൽ നമ്മളെ ജയാളികളായി നടത്തുവാൻ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മുടെ ഫിനിഷിംഗ് വെൽ, നാം പൂർത്തീകരിക്കുവാനായിട്ട് നമ്മുടെ വേലയെക്കുറിച്ച്, ശുശ്രൂഷയെക്കുറിച്ച് ഞാൻ നന്നായിട്ട് ഫിനിഷ് ചെയ്യുമ്പോൾ എൻ്റെ ഈ ദിനങ്ങൾ, ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ ക്രിസ്തുവിൻ്റെ കഴിവല്ലാതെ വേറെ എന്തെങ്കിലും ഒരു കാര്യമായി എൻ്റെ പ്രധാന ചിന്തയെങ്കിൽ അതിൻ്റെ പരിണത ഫലത്തിൻ്റെ പേര് സ്ട്രെസ് എന്നാണ്. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ബാക്കി യേശു അല്ലാതെ ഒരു ശാശ്വത പാറയില്ല. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ബാങ്കില്ലേ, ഒട്ടും പൊട്ടാത്ത ബാങ്ക്, അല്ലെങ്കിൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ആ ഒരു ഫ്രണ്ടില്ലേ, ഇവരൊക്കെ സഹായിക്കും. ഇവരൊക്കെ അല്പാൽപ സമയങ്ങളിൽ നമ്മുടെ കൂടെ കാണുവാൻ കഴിയും. തിരുവചനം അടിസ്ഥാനമാകാനായിട്ട് മറ്റൊരു സ്ഥാപനത്തിൻ്റെയോ സഭയുടെയോ വ്യക്തിയുടെയോ പേരിനെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. തിരുവചനം പറയുന്നത് യേശു അല്ലാതെ ഒരു അടിസ്ഥാനം ഉയരാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നാം യേശുക്രിസ്തുവിങ്കിൽ നാം മുറുകെ പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വരും നാളുകളെ കുറിച്ച് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് മീ ബട്ട് ബിക്കോസ് ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. എന്നെ വിളിച്ച ദൈവം എന്നെ അവൻ സീനിയർ സിറ്റിസൺ ആയി, ഇനി ഇപ്പം അങ്ങ് വിട്ടേക്കാം, അതല്ല ദൈവം. അവന് പണ്ട് നല്ല കഴിവായിരുന്നു, ഇപ്പം കഴിവില്ല, വിട്ടേക്കാം, അല്ല, അതല്ല ദൈവം. ഹല്ലേലൂയ. ദൈവം ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ അയച്ചിരിക്കുന്നുവെങ്കിൽ ദൈവം ആ വേല മുഴുമിപ്പാൻ ശക്തനായിട്ടുള്ള ദൈവമാകുന്നു. അതിന് നാം ആശ്രയിക്കേണ്ടത് എൻ്റെ പ്രസംഗിക്കാനുള്ള കഴിവോ അല്ലെങ്കിൽ എനിക്ക് ശുശ്രൂഷിക്കാനുള്ള കഴിവോ എൻ്റെ പാട്ടോ ഒന്നുമല്ല. യേശുവിന് അത് കഴിയും. യേശു ആഗ്രഹിച്ചത് ചെയ്യുവാൻ ഇന്നും യേശുവിന് കഴിയും. ആ വിശ്വാസമാ നമ്മെ സ്ഥിരപ്പെടുത്താൻ പോകുന്ന. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് നമ്മെ സമാധാനിപ്പിക്കാനായിട്ട് പോകുന്ന. ഹല്ലേലൂയ. അപ്പൊ തിരുവചനം പറയുന്നത് ദൈവം ആ വേല തുടങ്ങി. ചിലർ ചിന്തിക്കുന്നത് എനിക്ക് ഈ ദൈവവേല ചെയ്യാനായിട്ട് പറ്റുമോ, അല്ലെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ പറ്റുമോ? വേറെ ഒരു കാരണത്തിനും വേണ്ടിയല്ല നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. കർത്താവ് നമ്മെ സൃഷ്ടിച്ച്
കർത്താവ് നമ്മെ അയച്ച്, കർത്താവ് നമ്മെ സൂക്ഷിച്ച്, കർത്താവ് നമുക്ക് വേണ്ടി നൽകി, കർത്താവ് നമ്മെ ബലപ്പെടുത്തി, കർത്താവ് നമ്മളെ പരിശീലിപ്പിച്ചത് എല്ലാം ഈ ദൈവപ്രവൃത്തിക്ക് വേണ്ടിയാണെങ്കിൽ ഐ ആം കട്ട് ഔട്ട് ഫോർ ദിസ്. ഞാൻ ഇതിനു വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാ. പിന്നെ ഇതല്ലാതെ വേറെ എന്തുവാ ഞാൻ ചെയ്യുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞാട്ടെ, നാം ദൈവപ്രവൃത്തിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരാന്ന് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം പറയുകയാണ്. പെട്ടെന്ന് ചില ഭാഗങ്ങളിലേക്ക് പോവുക. ഒടുവിൽ സഹോദരന്മാരെ, അപ്പം ഈ 2-ാമത്തെ വാക്യത്തിൽ ചില കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ കർത്താവിൽ സന്തോഷിപ്പിൻ. അതേ കാര്യം നിങ്ങൾക്ക് പിന്നെയും എഴുന്നേൽ. എനിക്ക് വലിയ മടുപ്പൊന്നുമില്ല, ഇത് നിങ്ങൾക്ക് വലിയൊരു ഉറപ്പുമാകുന്നു. അദ്ദേഹം പറയുക, അതായത് ആദ്യം സമാധാനത്തിൻ്റെ കാര്യം പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് എങ്ങനെ സമാധാനിക്കണം എന്നുള്ളതിൻ്റെ ഒരു അടയാളം പറഞ്ഞത് യേശുവിന് കഴിവുള്ളത് കൊണ്ടും യേശു വിശ്വസ്തനായതുകൊണ്ടും യേശു തുടങ്ങുന്നവൻ മാത്രം, ആൽഫ മാത്രമല്ല ഒമേഗ എന്ന് പറയുന്ന ലെറ്ററും അറിയുന്ന ഒരാളായതുകൊണ്ടും മുഴുമിക്കാൻ അറിയുന്നത് കൊണ്ടും നീ സമാധാനപ്പെട്. അതിനുശേഷം പറയുക, ഇനി നീ സന്തോഷിക്കുക. എങ്ങനെയാ സന്തോഷിക്കേണ്ടത്? ഫിലിപ്പ് ലേഖനത്തിന് അത് ആ 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യമായിരുന്നു. അതിനുശേഷം കുറച്ച് കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞതിന് ശേഷം അവസാന 2 വാക്യങ്ങൾ നാം നോക്കാൻ പോകുക. 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്ന് ഇപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു. അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇനി ആ സന്തോഷിക്കാനുള്ള കാരണം അദ്ദേഹം പറയുന്നത്, അവിടെ നിന്ന് നമ്മുടെ പൗരത്വം ആയിരിക്കുന്ന സ്വർഗത്തിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. ഹല്ലേലൂയ. ഇവിടെ ഈ 3-ാം അധ്യായത്തിലും 2-ാം അധ്യായത്തിലും എല്ലാം ചില ചാലഞ്ചസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ അദ്ദേഹം പറയുക, ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് നമ്മുടെ സന്തോഷത്തെ എടുത്തു മാറ്റുന്നത്. എന്നാൽ നാം ആശ്രയിക്കേണ്ട കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് പലരും ഇങ്ങനെ ചെയ്യുന്നത്? അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നത് കൊണ്ടായി പ്രശ്നം. നാം സന്തോഷിക്കേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ സ്വർഗത്തിലെ ഉള്ള പൗരത്വം അവിടെ ആയിരിക്കുന്നിടത്ത് നിന്ന് കർത്താവ് വന്ന് രക്ഷിതാവായിട്ട് വെളിപ്പെട്ട് തൻ്റെ മഹത്വത്തിൽ നമ്മളെ പരിപാലിക്കും, നമ്മുടെ ശരീരത്തെ മാറ്റുമെന്നെല്ലാമാ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ഇത് ഭയങ്കര ഒരു ഫിലോസോഫിക്കൽ സാധനമാണല്ലോ. ഇത് ഭയങ്കര ആത്മീയമായിട്ടുള്ളൊരു കാര്യമാണ്. തിരുവചനത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലന്മാരും ഈ ഗ്രന്ഥകാരന്മാരെല്ലാം പറയുന്നുണ്ടല്ലോ, ആത്മീയമായിട്ടുള്ള സത്യത്തിൽ നാം ഉറച്ചു നിൽക്കുമ്പോഴേ യഥാർത്ഥ സന്തോഷം വരുന്നതെന്നാ. വേറെ എന്തെങ്കിലും പറഞ്ഞു തരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഇതിനകത്ത് വേറെ യാതൊരു ഷോർട്ട് കട്ടും ഇല്ല. തിരുവചനം സമാധാനപ്പെടാൻ പറയുന്നതിൻ്റെ കാരണം യേശുക്രിസ്തുവിന് കഴിവുണ്ട്, കർത്താവ് വിശ്വസ്തൻ. തിരുവചനം സന്തോഷിക്കാൻ പറയുന്നതിൻ്റെ കാരണം പറയുന്നത് എന്താണ്? അതായത് യേശുക്രിസ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിലുള്ള താഴ്ചയെ മാറ്റി കർത്താവിൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കുമെന്ന് പറയുകയാണ്. നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നമ്മുടെ സന്തോഷം കൊണ്ടുവരേണ്ടതെന്നാണ് പറയുന്നത്. കാരണം ഈ ഭൂമിയിലുള്ള പല കാര്യങ്ങളും വർക്ക് ചെയ്യാത്തപ്പോൾ, ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് ഇടാമോ? ഹബക്കൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. നാം ഭൂമിയിലുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ആശ്രയിക്കുമ്പോൾ പ്രശ്നം വരാവുന്നത്, അത്തിവൃക്ഷം ചില സീസണിലൊന്നും തളിർക്കത്തില്ല. പണ്ട് കോഴിക്കച്ചവടം ഉണ്ടായിരുന്നു, നല്ല ഫാം ഉണ്ടായിരുന്നു, അതിൽ മുന്തിരിവള്ളിയുമില്ല, അനുഭവമില്ല, ഒലിവുമരത്തിൻ്റെ പ്രയത്നവും നിഷ്ഫലമായി പോയി, നിലങ്ങൾ ആഹാരം വിളയിക്കുന്നില്ല, ഗോശാലയിൽ കന്നുകാലിയില്ല, ആട്ടിൻകൂട്ടത്തിനകത്ത് പെട്ടെന്ന് ഇൻഫെക്ഷൻ വന്നു, തൊഴുത്തിൽ നിന്ന് നശിച്ചുപോയി. അയ്യോ, ഒരു ലൈൻ ഓഫ് ബിസിനസ്സിൽ മാത്രമല്ല, എല്ലായിടത്തും പ്രശ്നം. ഭൂമിയിലുള്ളത് നോക്കി സന്തോഷിക്കാൻ തീരുമാനിച്ചാൽ സ്റ്റോക്ക് മാർക്കറ്റ് പോലെ ആകും നമ്മുടെ സന്തോഷം.
എന്നാൽ തിരുവചനം നാം ദൈവവേലയ്ക്ക് വേണ്ടി അയക്കപ്പെട്ടവരായതുകൊണ്ട്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷിക്കാൻ വേണ്ടി അയക്കപ്പെട്ടവരായതുകൊണ്ട് ഭൂമിയിലുള്ളത് നോക്കി സന്തോഷിക്കാനല്ല പറയുന്നത്. എന്നാൽ മുകളിൽ അടുത്ത വാക്യം പറയാമോ? അവിടെ ഹബക്കൂക്ക് എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. ഇങ്ങനെ ഒന്നും നടന്നില്ലെങ്കിലും, അയ്യോ അത്തിവൃക്ഷത്തിനൊന്നും കിട്ടാനില്ല, അപ്പൊ വിചാരിച്ച അറ്റ്ലീസ്റ്റ് കാറ്റിൽ ഫാമിൽ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന്. അവിടെയും കിട്ടിയില്ല. മുന്തിരിവള്ളിയും ചതിച്ചു. ഒരുപാട് പ്രാവശ്യം ബൈബിളിൽ പറഞ്ഞ പ്ലാന്റ് ആണെന്ന് വിചാരിച്ചാ വെച്ചത്. മുന്തിരിവള്ളിയും നമ്മളെ തേച്ചു. ഭൂമിയിലുള്ളത് എന്തിലെങ്കിലും കണ്ണ് വെച്ച് കഴിഞ്ഞാൽ ഐ ആം ജസ്റ്റ് സെറ്റിംഗ് മൈസെൽഫ് ഫോർ ഡിസപ്പോയിൻമെന്റ്. ഞാനൊന്ന് പ്രിയപ്പെട്ടവരെ ഓർമ്മിപ്പിക്കട്ടെ, അത് വേറെ ആരുടെയും പ്രശ്നമല്ല, നമ്മുടെ പ്രശ്നമാണ്. പറഞ്ഞാട്ടെ, എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാട്ടെ. കുറ്റം പറയല്ലാത്തതുകൊണ്ട് സ്വന്തം കാര്യം ഉറക്കെ പറഞ്ഞു. എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാട്ടെ. എപ്പോഴെല്ലാം ദൈവമെന്ന നാമമല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയിലോ ഏതെങ്കിലും ഒരു കാര്യത്തിലോ ആശ്രയിച്ചോ താഴെ വീഴാൻ എത്ര സമയം എടുക്കുന്നു എന്ന് മാത്രം ചോദിച്ചാൽ മതി. ദ കൗണ്ട് ഡൗൺ ടൈമർ ബിഗിൻസ്. പിന്നെ അത് നമുക്ക് നല്ല യാത്രയാണ്, നല്ല അനുഭവമാണ്. കാരണം അവിടെ നിൽക്കുമ്പോഴത്തേക്കും കർത്താവേ എന്ന് വിളിക്കുമ്പം പ്രാർത്ഥിക്കാൻ സമയമുണ്ട്, വചനം വായിക്കാൻ സമയമുണ്ട്, എല്ലാത്തിനും പെട്ടെന്ന് സമയം കിട്ടുന്നു. ഇവിടെ ഹബക്കൂക്ക് പറയുന്നത് എൻ്റെ നോട്ടം ഇവിടെ ഒന്നുമല്ല. അദ്ദേഹം പറയുകയാണ്, ഇതൊന്നും വർക്ക് ചെയ്തില്ലെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് എടുത്തു മാറ്റാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, അതെൻ്റെ രക്ഷയാണ്. ഹല്ലേലൂയ. അതെൻ്റെ രക്ഷയാ. അതുകൊണ്ട് ഞാൻ എൻ്റെ രക്ഷ തന്ന അല്ലെങ്കിൽ എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇതൊന്നും നടന്നില്ലെങ്കിലും എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. ഈ നിത്യതയുടേതായിട്ടുള്ള സത്യവുമായിട്ട് അനേക ആൾക്കാർ, ഇപ്പം ചില ആൾക്കാർക്ക്, ഫോർ എക്സാമ്പിൾ ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ഗ്രീഫ്. ഈ വിഷാദത്തെക്കുറിച്ച് ഞാൻ പറയുക. അതായത് പെട്ടെന്ന് ജീവിതത്തിൽ ഒരു വ്യക്തിയുടെ മരണം സംഭവിക്കുന്നത് വളരെ വേദനയാണ്, വളരെ വേദനയാണ്. ആ വ്യക്തി കടന്നു പോയിരിക്കുന്നു, നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ വ്യക്തി ഇപ്പോൾ ഇല്ല എന്നുള്ളത്, അല്ലേ? പൊരുത്തപ്പെടാനായിട്ട് പറ്റാത്തപ്പോൾ, നടന്നിരിക്കുന്ന കാര്യത്തെക്കുറിച്ച്, സത്യത്തെക്കുറിച്ച് പൊരുത്തപ്പെടാൻ പറ്റാത്തപ്പോൾ അവിടെ ഒരു വിഷാദത്തിൻ്റെ, ഒരു പ്രശ്നത്തിൻ്റെ, പ്രയാസത്തിൻ്റെ അനുഭൂതിയുണ്ട്. അതുപോലെ ഇന്ന് പല വ്യക്തികളും തിരുവചനത്തിൻ്റെതായിട്ടുള്ള നിത്യതയുടെ സത്യവുമായിട്ട് പൊരുത്തപ്പെട്ടിട്ടില്ല. ചില വ്യക്തികൾ ഭയത്തിലാണ് ജീവിക്കുന്നത്. എല്ലാം നഷ്ടപ്പെട്ടു പോകുമോ? അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതായിട്ടുള്ള ഈ ഫാം നഷ്ടപ്പെട്ടു പോകുമോ? അയ്യോ, എൻ്റെ പ്രിയപ്പെട്ട മക്കള് നഷ്ടപ്പെട്ടു പോകുമോ? അവരേതെങ്കിലും ഒരു സമയത്ത് നഷ്ടപ്പെട്ടു പോകുമോ? ഞാനൊരു വളരെ ബാഡ് ന്യൂസ് നിങ്ങളോട് പറയട്ടെ, ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഒരു നഷ്ടമാവും. ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒരു ദിവസം നഷ്ടമാകും. നഷ്ടമാകാത്ത രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നിങ്ങൾ ദൈവത്തോടൊപ്പം നടന്നാൽ ദൈവവുമായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിബന്ധവും യേശുവിനെ നിത്യതയിൽ എന്നോടൊപ്പം അല്ലെങ്കിൽ യേശുവിനോടൊപ്പം നിത്യത വേണമെന്ന് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരും. ഇതല്ലാതെ ബാക്കിയെല്ലാം നഷ്ടപ്പെടും. എനിക്ക് മനസ്സിലാക്കാം, ആമേൻ പറയാൻ പാടാം. അപ്പൊ അത് നഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഇതെനിക്ക് ഉപയോഗിക്കാനുള്ളത് എന്ന് നാം ചിന്തിച്ചിരിക്കണം. ഇതിനെ എനിക്ക് സ്റ്റുവേർഡ് ചെയ്യാനുള്ളത്. എൻ്റെ പ്രധാനമായിട്ടുള്ള ദൂത സ്റ്റുവേർഡ്ഷിപ്പിനെ കുറിച്ചാണ്. അതിലേക്കാണ് ഞാൻ കയറി വരുന്നത്. ഞാനിതെല്ലാം അടക്കി ഭരിച്ച് പിടിച്ച് കൂട്ടി വെച്ച് നിൽക്കാനായിട്ടുള്ളതല്ല. ഇതെല്ലാം ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ഈ ദൈവവേലയ്ക്ക് സഹായകരമായ രീതിയിൽ പരിപാലിക്കുവാൻ വേണ്ടി ഞാൻ ഇതിനെ ഉപയോഗിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം സത്യത്തെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, ഒരുപക്ഷെ ചില സമയത്ത് നമുക്ക് വ്യക്തികളുമായിട്ട് ഇടർച്ച വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഒരു മനപ്രയാസം വരുമ്പോഴത്തേക്കും ചില ആൾക്കാർ പെട്ടെന്ന് കൂട്ടം വിട്ട് ചിന്തിക്കുന്നത് എന്താണ്? എല്ലാവരും ഒക്കെ ഇങ്ങനെയൊക്കെ തന്നെ. അത് അദ്ദേഹത്തിൻ്റെ യാഥാർത്ഥ്യമായിട്ട് മാറി. രണ്ട് വാക്കുകൾ അല്ലെങ്കിൽ 3 വാക്കുകൾ ഇവിടെ പരിചയപ്പെടുത്തുക. വൺ ഇസ് റിയാലിറ്റി. എനിക്കിപ്പോൾ തോന്നുന്ന
ആ തോന്നൽ, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് എല്ലാവരും ഇങ്ങനൊക്കെ തന്നെ, എല്ലാവരും കള്ളന്മാരാ, അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് ആരും കാണത്തില്ല. എൻ്റെ റിയാലിറ്റി, എൻ്റെ യാഥാർത്ഥ്യം. എന്നാൽ സത്യം എന്താ? സത്യം തിരുവചനത്തിൽ പറയുന്നത് എല്ലാവരും കള്ളന്മാരാന്ന് പറയുന്നില്ല. സത്യം പറയുന്നത് ചില ആൾക്കാർ ദൈവത്തിനെ അനുസരിച്ച് നടക്കുന്നു, ചില ആൾക്കാർ ദൈവത്തിനനുസരിച്ച് നടക്കുന്നില്ല. എന്നാൽ എൻ്റെ വേദന നിമിത്തം, അല്ലെങ്കിൽ ഞാൻ തെറ്റായ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് എൻ്റെ യാഥാർത്ഥ്യം ഇപ്പോൾ മറ്റെന്തോ. ഒരുപക്ഷെ എൻ്റെ മകനോ മകളോ ഞാൻ വളർത്തുന്ന അല്ലെങ്കിൽ പറയുന്ന രീതിയിൽ നടക്കാത്തതുകൊണ്ട് ഇനിയും പിള്ളേരെ വളർത്തുന്ന വലിയ കാര്യമൊന്നുമില്ല. എന്നാൽ തിരുവചനം പറയുന്നത് അതല്ല. തിരുവചനം പറയുന്നത് തലമുറകൾ നീണ്ടു നിൽക്കേണ്ട ശുശ്രൂഷയ്ക്ക് വേണ്ടി മക്കളെ ദൈവത്തിൻ്റെ പഥ്യോപദേശത്തിലും ദൈവത്തിൻ്റെ വഴിയിലും വളർത്താനാണ് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ എൻ്റെ യാഥാർത്ഥ്യം സത്യത്തിൽ നിന്ന് മാറുമ്പോൾ അതിനെ തിരുവചനം വിളിക്കുന്ന പേരാണ് വഞ്ചിക്കപ്പെടുക, ഡിസെപ്ഷൻ. ഹല്ലേലൂയ. അതുകൊണ്ടാ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ കണ്ണ് തിരുവചനത്തിൽ ഉറ്റിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ വചനപ്രകാരമാണോ എന്ന് ഞാൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. ഇവിടെ ഇടയന്മാരുണ്ട്, പ്രവാചകന്മാരുണ്ട്, അപ്പോസ്തലന്മാരുണ്ട്, സുവിശേഷന്മാരുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. പക്ഷേ എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം വേറെ ആരുടെയും കയ്യിൽ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ദൈവമുമ്പാകെ നിൽക്കുമ്പോഴത്തേക്കും, നിങ്ങൾ ദൈവമുമ്പാകെ നിൽക്കുമ്പോഴത്തേക്കും ചിലപ്പം ഇവിടെ ചില കോഴ്സുകൾക്ക് പോകുമ്പോഴത്തേക്കും പാസ്റ്ററൽ റെഫറൻസ് ചോദിക്കാറുണ്ട്. പാസ്റ്റർ ഒപ്പിട്ട് തരണം. WCC എന്ന് വരുന്നു, പാസ്റ്റർ ടബി, പാസ്റ്റർ കവിത, പാസ്റ്റർ ജോ കൂടെ നിന്നാട്ടെ. അങ്ങനൊരു നിപ്പില്ല. അങ്ങനൊരു നിപ്പില്ല. അവനവൻ ചെയ്തതിൻ്റെതായിട്ടുള്ള തക്കതായിട്ടുള്ളത് ദൈവം അന്ന് നമ്മളോട് കണക്ക് ചോദിക്കുമ്പോൾ വചനം നമ്മെ വേർതിരിക്കുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. എത്ര അനുഗ്രഹമാണെന്ന് നോക്കിക്കേ ഈ വചനം ഇപ്പം നമ്മുടെ കയ്യിലുള്ളത്. ഒരുപാട് തലമുറകളുടെ കയ്യിൽ ഈ വചനമില്ലായിരുന്നു. ഹല്ലേലൂയ. ഈ വചനം ദൈവം നമുക്ക് അവൈലബിൾ ആക്കി തന്നിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പം 3-ാമത്തെ അധ്യായം അവസാനിച്ചത് ഈ നിത്യതയുടേതായിട്ടുള്ള പശ്ചാത്തലത്തിലാണ്. ഇനി മറന്നു പോകുമെന്ന് വിചാരിച്ച അടുത്ത ചാപ്റ്റർ വന്നപ്പോഴത്തേക്കും 4-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം പറയുന്നത്, അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായിട്ടുള്ള സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പൻ. എങ്ങനെയെങ്കിലും നിലനിൽക്കാനല്ല പറയുന്നത്, സത്യത്തിൻ്റെ നിത്യതയുടേതായിട്ടുള്ള അടിസ്ഥാനത്തിൽ. യേശുവിനെ, അതായത് ഞാൻ സന്തോഷിക്കുമ്പോൾ, ഞാൻ സമാധാനിക്കുമ്പോൾ, ഞാൻ ഈ ഭൂമിയിലെ മറ്റൊന്നിനെയും ആസ്പദമാക്കി അല്ല ഞാൻ നിൽക്കുന്നത്. ഞാൻ എൻ്റെ കർത്താവിൽ കണ്ണുകളെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു. അങ്ങനെ നിലനിൽക്കാനായിട്ടാണ് പറയുന്നത്. അദ്ദേഹം വീണ്ടും തുടർന്ന് പറയുക, അതായത് കർത്താവിൽ എപ്പോഴും, 4-ാമത്തെ വാക്യം, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. എന്നിട്ട് 6-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ പെട്ടെന്ന് കയറി. ഇനി ഞാൻ അല്പസമയമെടുത്ത് ഈ സമാധാനത്തിൽ നിന്നേക്ക് എങ്ങനെ കടന്നു വരാമെന്നുള്ളത് വചനം പറയുന്നതിനെ കുറിച്ച് പറയുക. ഫിലിപ്പ് ലേഖനത്തിന് 4:6 പറയുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ മനസ്സിലായ എന്തുകൊണ്ടാ അപ്പോസ്തലനായ പൗലോസും തിമോത്തിയോസും ഇത് പറയുന്നത് മനസ്സിലായ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നുള്ളത്. അതുകൊണ്ടാണ് പലപ്പോഴും ബൈബിൾ മുഴുവൻ വായിക്കേണ്ട ആവശ്യം. കാരണം ഈ വാക്യം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പിന്നെ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ പോരെ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്നുള്ളത്. പറയാൻ എളുപ്പമല്ലേ? പക്ഷെ എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലം നമ്മളെ സഹായിക്കുക. എന്നോടൊന്ന് ചേർന്ന് പറഞ്ഞാട്ടെ, എന്തുകൊണ്ടാണ് ഒന്നിനും വിചാരപ്പെടാത്തെ? എന്തുകൊണ്ടാണ് വിചാരപ്പെടേണ്ടാത്തെ? പറഞ്ഞാട്ടെ, പെട്ടെന്ന് പറഞ്ഞാട്ടെ. കാരണം ആദ്യത്തെ കാര്യം, കർത്താവ് തുടങ്ങി വെച്ച വേല മുഴുമിക്കാൻ വിശ്വസ്തനാ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പെർഫെക്ഷൻ ആയിട്ടുള്ള ചില ആൾക്കാരുടെ വേല മുഴുമിക്കുന്നതല്ല, സറണ്ടർ ചെയ്യാൻ റെഡി ആയിട്ടുള്ള ചില ആൾക്കാർ മുഴുമിക്കുന്ന ജീവിതമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ കൃപയെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം നമ്മൾ കേൾക്കുകയുണ്ടായി, കൃപ ലഭിക്കാൻ എന്ത് ചെയ്യണം? താഴ്മപ്പെടണം. താഴ്മപ്പെടുന്നത് എങ്ങനെയാണെന്നറിയാമോ?
കർത്താവെ പറ്റില്ല, കഴിയുന്നില്ല, പറ്റില്ല അല്ല, കർത്താവെ ഒക്കുന്നില്ല. തിരുവചനം പറഞ്ഞിരിക്കുന്ന എന്ത് കാര്യമുണ്ടോ അതിന് നമുക്ക് ദൈവകൃപ വേണം. അതുകൊണ്ട് പലപ്പോഴും പല വ്യക്തികളും കർത്താവിനെ അനുസരിക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്കും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോകുന്നു. അത് വിട്ടുപോകേണ്ട സ്ഥലമല്ല, മുട്ടുമടക്കേണ്ട സ്ഥലമാണ്. ഹല്ലേലൂയ. ക്രിസ്ത്യൻ ലൈഫ് ഷുഡ് ബി പ്രോഗ്രസ്ഡ് വിത്ത് ഡെയിലി സറണ്ടർ. കർത്താവെ, ഞാൻ വിചാരിച്ചു, അയ്യോ 2-3 വർഷം ഡോക്ടറായിരുന്നപ്പോഴത്തേക്ക് ഇതൊക്കെ പഠിച്ചെന്ന് വിചാരിച്ചു. കർത്താവെ, ഈ കേസ് പറ്റുന്നില്ല. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓരോ ദിവസവും കർത്താവ് വേണം. അപ്പൊ അങ്ങനെ അനുദിനം നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്ന് നമ്മൾ താഴ്മപ്പെട്ട് ഓരോ ദിവസവും കർത്താവിനെ നമ്മൾ താഴ്മപ്പെട്ട്, അപ്പോഴാണ് ബേണിംഗ് ഓൾട്ടറിന് വരുമ്പോഴത്തേക്ക് ആ പാട്ട് കേൾക്കുന്നത്, ഐ നീഡ് യു ലോർഡ് മോർ ദാൻ യെസ്റ്റർഡേ, ഐ നീഡ് യു ഗോഡ്. ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പം ഈ പാട്ടുകൾക്കൊക്കെ വലിയ അർത്ഥമാണ്. നമ്മൾ ചില ക്ലാസ്സുകളിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ടീച്ചർ പഠിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു കുന്തം വിഴുങ്ങിയ പോലെ നമ്മൾ ഇരുന്നിട്ടില്ലേ? ഒരു സംശയമില്ല, കാരണം ശ്രദ്ധിച്ചേയില്ല, ശ്രമിച്ചേയില്ല. അതുകൊണ്ട് മനസ്സിലായോ എന്ന് ചോദിക്കുമ്പം ഇങ്ങനെ. പലർക്കും ക്രിസ്തീയ ജീവിതത്തിൽ താഴ്മപ്പെടാൻ ഒരു ചാൻസ് ഇല്ല, കാരണം ശ്രമിക്കുന്നില്ലല്ലോ. തിരുവചനം വായിച്ച് 3 വാക്യമാകട്ടെ, 4 വാക്യമാകട്ടെ, 5 വാക്യമാകട്ടെ, കർത്താവ് ഇന്ന് ഇത് ചെയ്യാൻ എനിക്ക് കൃപ തരണേ. ഇനി പ്രാർത്ഥിക്കാതെ ചെയ്ത് നോക്കുന്നത് നല്ലൊരു ഇതാണ്, കാരണം അപ്പം മനസ്സിലാവും വണ്ടി ഓടത്തില്ലെന്ന്. അപ്പോൾ ഒന്നെങ്കിൽ വേണമെങ്കിൽ ആദ്യമേ ചെയ്യാം, ഇല്ലെങ്കിൽ പിന്നെയാണെങ്കിലും ചെയ്യാം. ഏതായാലും കാര്യം നടക്കണേ പ്രാർത്ഥന ഇല്ലാതെ ഒക്കത്തില്ല. ഹല്ലേലൂയ. സോ ഇവിടെ അപ്പോസ്തലൻ പറയുകയാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, കർത്താവ് കൂടെ ഉണ്ട്. നീ മുട്ടുമടക്കാൻ തയ്യാറായോ, നീ നന്നായിട്ട് ഫിനിഷ് ചെയ്യും. ഹല്ലേലൂയ. അതിനുശേഷം പറയുക, നീ സന്തോഷിച്ചോ. കാരണം എന്താണ്? ചുറ്റും അത്തിവൃക്ഷവും കന്നുകാലി എല്ലാം പോയാലും ശരി, നിനക്ക് വേണ്ടി തക്ക സമയത്ത് ദൈവം വെളിപ്പെടുമ്പം നീ തേജസ് ഉള്ളവനായി നീ മാറും. ഹല്ലേലൂയ. ഇവിടെ നിനക്ക് ലുക്കില്ലാന്നോ കളർ ഇല്ലാന്നോ ബുദ്ധി ഇല്ലാന്നോ ഒക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, കർത്താവ് വരുമ്പോഴത്തേക്കും അത് നോക്കിയേ, ആ വാക്യം പറയുന്നത് കർത്താവിൻ്റെ തേജസ്സിന് അനുരൂപമായിട്ടുള്ള സ്റ്റൈലാണ് നമുക്ക് വരാൻ പോകുന്നത്. ഹല്ലേലൂയ. അത് വേറെ, അതൊക്കെ ആ ലെവലെന്ന് പറയാൻ പോകുന്നു. ഹല്ലേലൂയ. ഇപ്പം നമ്മൾ കാണുന്ന പല ലെവലൊക്കെ ഫേഷ്യലും പൊട്ടിയും അതും ഇതൊക്കെ ചെയ്തും ഒരച്ചും പിടിച്ചൊക്കെ, അതൊന്നുമല്ല. കർത്താവ് വരുമ്പോൾ ഉള്ള ആ തേജസ്സിലേക്ക് മാറുമ്പോഴാണ് അതാ യഥാർത്ഥത്തിലുള്ള ആ വലിയ തേജസ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇനി അങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എങ്ങനെ അത് ബ്രേക്ക് ചെയ്യണം തിരുവചനം പറയുകയാണ്. സാധാരണ സംഭവിക്കുന്നത് എന്താ? നമ്മുടെ ഒരു തോട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു വിചാരിക്കുന്ന ഒരു ആകുലത ഒരു തോട്ട് വരുന്നു. നമ്മൾ ചിന്തിച്ച് പിന്നെ നിന്നോണ്ടിരുന്ന ആള് പിന്നെ അങ്ങോട്ട് അങ്ങിരിക്കും. എന്താ പിന്നെ അങ്ങോട്ട് ഇത് ചിന്തിച്ച് ക്ഷീണമായി പിന്നെ അങ്ങോട്ട് കിടക്കും. തിരുവചനം പറയുന്നത് ഇതിന് പകരം എല്ലാറ്റിലും പ്രാർത്ഥനയാലും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, ആദ്യത്തെ കാര്യം പ്രാർത്ഥന. ചിലരൊക്കെ പ്രാർത്ഥിക്കാത്തത് കൊണ്ട് എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി ആ ചില പ്രശ്നങ്ങളുള്ളതെന്ന് ഞാൻ വിചാരിക്കുക. അപ്പോഴെങ്കിലും എപ്പോഴാണ് നമ്മൾ പണ്ടൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? പരീക്ഷയുടെ സമയത്ത് മാത്രം. ഞാൻ മുമ്പ് പൊയ്ക്കൊണ്ടിരുന്ന സഭയിൽ ആ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ബൈ ഹാർട്ടാണത്. ബാക്കി പ്രാർത്ഥന ഒന്നും അറിയില്ല. അതിന് കറക്റ്റ് വാക്യങ്ങളൊക്കെ ഉണ്ട്. അത് മറ്റുള്ള ദിവസങ്ങളിലൊന്നും ഉപയോഗിച്ചില്ല. പരീക്ഷയ്ക്ക് മുതൽ 15 മിനിറ്റ് മുമ്പ് അതെടുത്ത്, സാധാരണ വായനയല്ല, വളരെ താഴ്മയോടെ നിന്ന് പ്രസൻറ്റേഷൻ എന്തെങ്കിലും എക്സ്ട്രാ പോയിന്റ്സ് കിട്ടുന്നുണ്ടെങ്കിൽ മാക്സിമം കിട്ടാൻ വേണ്ടിയുള്ള അടവ് കാണിച്ചിട്ടാണ് പ്രേ.
തിരുവചനം പറയുന്ന നിങ്ങളെ ആകുലപ്പെടുത്തുന്ന കാര്യമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക, അപേക്ഷിക്കുക. ടോക്ക് ടു ഹിം അബൌട്ട് ഇറ്റ്. നമ്മൾ ഈ ആകുലത അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് പറയും, തന്നെ പറയും. ഇനി ആരെങ്കിലും സമാധാനമായിട്ടിരിക്കുകയാണ് അവരെയും കൂടെ ആകുലപ്പെടുത്തും. സൈക്കോളജിയിൽ അതിന് ട്രാൻസ്ഫറൻസ് എന്നാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ വരുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ എന്നിട്ട് പ്രാർത്ഥനയോടെ ഞാൻ കേൾക്കും. കാരണം ദാറ്റ്സ് സോ റിയൽ. അതുകൊണ്ട് ഞാനിന്ന് പ്രത്യേകം ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താണ്? ഇതുപോലെ ആകുലപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ കാര്യം കേൾക്കും. ആകുലത വളരെ റിയലാണ്, ഞാൻ ആരെയും പുച്ഛിക്കുന്നില്ല, അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ തിരുവചനത്തിൻ്റെ ജ്ഞാനത്തിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും വലിയ ജ്ഞാനം നാം ഉപയോഗിച്ചെങ്കിലും നമ്മളാ മിസ് ഔട്ട് ആവുന്നത്. അപ്പോൾ ഇന്ന് ആകുലത ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം പ്രാർത്ഥിക്കും. ആകുലതയുമായിട്ട് വരുന്ന ആളുണ്ടെങ്കിൽ ആ കൈ പിടിച്ച് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കണം. ഷോ ദം ദാറ്റ് ദിസ് ഇസ് ദ റൈറ്റ് വേ. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഫസ്റ്റ് പ്രാർത്ഥന എന്ന് പറഞ്ഞാട്ടെ. എല്ലാറ്റിലും പ്രാർത്ഥനയാലും. എന്നിട്ട് കർത്താവിനോട് പറയണം. കർത്താവിനോട് എങ്ങനെ പറയുന്നൊന്നും ചിന്തിക്കരുത്. അത്രയും വലിയ പൊളൈറ്റ്നെസ് ഒന്നും വേണ്ട. കർത്താവെ എനിക്ക് വിഷമമാകുന്നു, കർത്താവെ ഇതെന്ത് സംഭവിക്കും, എനിക്ക് ഭാരമാണ്, കർത്താവെ എനിക്ക് പണം വേണം. പണം എങ്ങനെ കർത്താവിനോട് ചോദിക്കും? ഞാനൊരു ദ്രവ്യാഗ്രഹിയാണെന്ന് കർത്താവ് വിചാരിച്ചാലോ? നമ്മുടെ ആഗ്രഹമൊക്കെ കർത്താവിന് നമ്മൾ പറയാതൊക്കെ തന്നെ നന്നായിട്ട് നമ്മുടെ മൊത്തം അറിയാം. അപ്പം നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോഴും കർത്താവിന് വളരെ വ്യക്തമായിട്ട് അറിയാം ഇവൻ്റെ അകത്തെന്താ പുറത്തെന്താ എന്നൊക്കെ അറിയാം. എന്തായാലും ചോദിക്കും. കാരണം ചോദിച്ചാൽ ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചോദിച്ചില്ലെങ്കിൽ പിന്നത്തെ കാര്യമൊന്നും അറിയില്ല. ചോദിപ്പിൻ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തിരുവചനം പറയുന്നത്. ടോക്ക് അബൌട്ട് ഇറ്റ്. ഞങ്ങളുടെ മക്കളോട് പറയും, എന്നാണേലും പറയാൻ മുത്തേ, തരുവോ തരില്ല എന്നുള്ളത് പിന്നത്തെ കാര്യം. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ, നമ്മൾ പറഞ്ഞു കഴിയുമ്പം ഒരുപാട് ഭാരങ്ങൾ കുറയുന്ന കണ്ടിട്ടുണ്ടോ? ദൈവത്തോട് പറഞ്ഞാട്ടെ, ദൈവത്തോട് നമ്മുടെ ഭാരങ്ങളെ പറഞ്ഞാട്ടെ. പ്രാർത്ഥനയിൽ ദൈവത്തോട് ഭാരങ്ങളെ പറഞ്ഞ് നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ പറയാൻ പറ്റുമെന്നാ പറയുന്നത്. ഒരുപക്ഷെ പലർക്കും നിങ്ങളുടെ ജീവിതത്തിൽ വളരുന്ന സമയത്ത് മാതാപിതാക്കളോ നിങ്ങളുടെ ജീവിതത്തിലുള്ള ആൾക്കാരോ ആവശ്യങ്ങൾ വരുമ്പോൾ കണ്ടിന്യൂലി ഡിസ്മിസ് ചെയ്യുന്ന വ്യക്തികളാണ്. സമയമില്ല, തിരക്കാ. അങ്ങനെ വളർന്നു വന്ന ചില ആൾക്കാർ ദൈവത്തിൻ്റെ അടുത്തും ആവശ്യങ്ങൾ പറയാൻ പറ്റില്ല എന്നുള്ള ചിന്തയിലായിപ്പോയവരുണ്ട്. തിരുവചനം പറയുക, നമ്മളെല്ലാവരും മാനുഷികമായിട്ട് നമ്മുടെ റോളുകൾ ചെയ്യുമ്പോൾ നമുക്ക് പരിമിതികളുണ്ട്, നമുക്ക് അറിവില്ല, പല കാര്യങ്ങളും അറിയാം. വി ആർ ഗ്രോയിങ് ഇൻ ടു അവർ റോൾസ്. പക്ഷെ കർത്താവ് സകലവും തികഞ്ഞ പിതാവാണ്. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന ആളോട് പറയാമോ, നിങ്ങളുടെ ആവശ്യങ്ങൾ അപ്പയോട് പറയാമോ എന്ന് ചോദിച്ചാൽ? ഹല്ലേലൂയ. അപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രാർത്ഥിക്കാൻ വരണമെന്ന് പറയുന്നു, അപേക്ഷിക്കണമെന്ന് പറയുന്നു. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോട് അറിയിക്കുക, അത്രയേ ചെയ്യേണ്ടെന്ന്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ സമാധാനത്തിൽ നിന്ന് മാറുന്നത്? നമുക്കെല്ലാവരുടെയും അകത്ത് കാര്യങ്ങൾ നമ്മുടെ കൈപ്പിടിയിലും നിയന്ത്രണത്തിലും ആവണമെന്ന് നമുക്കൊരു താല്പര്യമുണ്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടക്കണം, ഞാൻ ചിന്തിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണം, കാര്യങ്ങളെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാകണം. ദൈവം നമ്മൾക്ക് പരിധി തന്നിരിക്കുന്ന കാര്യങ്ങൾ അത് നല്ല കാര്യമാണ്. ദൈവം നമുക്കൊരു വാഹനം തന്നിരിക്കുന്നു, അതിൻ്റെ സ്റ്റിയറിംഗ് ദൈവം നമ്മുടെ കയ്യിൽ തന്നിരിക്കുമ്പം അത് നമ്മൾ നിയന്ത്രിക്കേണ്ടതായതുകൊണ്ട് അതിനുള്ള കൃപ തരും. പക്ഷെ ഞാനൊരു വ്യക്തിയോട് ഇങ്ങനെ സംസാരിച്ചു, അദ്ദേഹം ഇങ്ങനെ സംസാരിച്ചായിരുന്നെങ്കിൽ, നല്ല ആഗ്രഹമാണ്, പക്ഷെ അതിനുള്ള കൃപ എനിക്കില്ല. I don't have the grace to guarantee an output in many situations. എൻ്റെ വിവാഹ ജീവിതത്തിൽ ദൈവത്തെ മുൻനിർത്തി എൻ്റെ കാര്യങ്ങൾ എങ്ങനെ എനിക്ക് ചെയ്യാമെന്നുള്ളതിന് എനിക്ക് കൃപയുണ്ട്. എന്നാൽ സോന എപ്രകാരം എന്നോട് പ്രതികരിക്കണം എന്നുള്ളത് ഞാൻ എത്ര ആഗ്രഹിച്ചാലും അത് നടത്താനുള്ള കൃപ എനിക്കില്ല. അത് ദൈവം അവരവർക്കാ കൊടുത്തിരിക്കുന്നത്.
ദൈവം അവരവർക്ക് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തെ നമ്മൾ തൊടാൻ പോകരുത്. അയ്യോ പക്ഷേ എനിക്കിതുപോലെ തന്നെ വേണം, അങ്ങനെ വേണമെന്ന് പറയുമ്പോൾ വരുന്ന സാധനമാണ്, ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് സ്ട്രെസ്. ദൈവം നിയന്ത്രിക്കേണ്ടതിനെ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുക്കണം. മറ്റുള്ളവർ നിയന്ത്രിക്കേണ്ടതിനെ മറ്റുള്ളവരുടെ കരങ്ങളിൽ കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്ന് വേണമെങ്കിൽ ചോദിക്കാം. വി ക്യാൻ ആസ്ക് ഫോർ പാർട്ടിസിപ്പേഷൻ, വി ക്യാൻ റിക്വസ്റ്റ് ഫോർ കോർഡിനേഷൻ. എന്നാൽ അതിനെ നിയന്ത്രിക്കാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് തന്നിട്ടില്ല. അപ്പം നമുക്ക് ഇതെല്ലാം നമ്മുടെ ആഗ്രഹപ്രകാരം വേണം. അയ്യോ ഇറാനിൽ അത് മിസൈൽ പോകരുത്, ഇവിടുത്തെ ഗോൾഡൻ വിസ അത് മാറ്റണം. നല്ല ആഗ്രഹങ്ങളാണ്, നമ്മുടെ നിയന്ത്രണത്തിൽ ദൈവം തന്നിട്ടില്ല. അപ്പം നമ്മുടെ എല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണെന്നുള്ള തോന്നൽ കാരണം സമാധാനം വരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് സകലത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനിക്കാനാണ്. ഹല്ലേലൂയ. രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കരങ്ങളിലായിരിക്കുന്നു എന്ന് വിചാരിച്ച് എല്ലാ രാജാവിനെയും കർത്താവ് കരു നീക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ദൈവത്തിൻ്റെ കാര്യങ്ങളിലാണെങ്കിൽ ആവശ്യമുള്ളപ്പോൾ കർത്താവ് അത് ഉപയോഗിച്ചോളും. ഹല്ലേലൂയ. ദൈവം സകല ജ്ഞാനിയ, ഹല്ലേലൂയ, സർവജ്ഞാനിയ. ഞാൻ ഇനിയും അങ്ങോട്ട് പഠിപ്പിക്കേണ്ട, ഓൾ ഹിസ് ചിൽഡ്രൻ ഷാൽ ബി ടോട്ട് ബൈ ഹിം എന്നാ പറയുന്നത്. നമ്മൾ ലഭിച്ചാൽ മതി, എന്നിൽ നിന്ന് പഠിപ്പിന്നൊക്കെ കർത്താവ്, നമ്മൾ അങ്ങോട്ട് പഠിപ്പിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടേ? ട്രസ്റ്റ് ഇൻ ഹിം. ഹല്ലേലൂയ. നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റത്തില്ല. സങ്കീർത്തനം 127:1 പറയുന്നത്, യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥാ അധ്വാനിക്കുന്നു. യഹോവ വീട് പണിയാതിരുന്നാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ പോലും കുഴപ്പമില്ലായിരുന്നു. ഇത് യഹോവ പണിയാത്ത പണിയെ കയറി പിടിച്ചു കഴിഞ്ഞാൽ പണിതുകൊണ്ടും ഇരിക്കും, വെറുതെ ആയിപ്പോവും. ജീവിതം മുഴുവൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും, വൃഥാവിലായി പോകും. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ദൈവം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് തന്നിരിക്കുന്ന അധികാരപരിധിയിൽ ദൈവം എന്ത് പണി ചെയ്യാൻ ആഗ്രഹിക്കുന്നോ, ഈ പട്ടണം ദൈവം കാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്നാ ഞാൻ വാച്ച്മാനായിട്ട് നിൽക്കാം. ഈ ഭവനം കർത്താവ് പണിയാൻ ആഗ്രഹിക്കുന്നുണ്ടോ, എന്നാ ഞാനും ചേർന്ന് പണിയാം. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് നമ്മളെ വിളിക്കുന്നത് കൺട്രോൾ ചെയ്യാനായിട്ടല്ല, നിയന്ത്രിക്കാനായിട്ടല്ല. അപ്പം ചിലർ ചോദിക്കും, അല്ല ഇത് ഞാൻ ദൈവഹിതത്തിന് വേണ്ടിയല്ലേ? ദൈവഹിതത്തിന് വേണ്ടി ഭാരം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതിനു വേണ്ടി ഏറ്റവും വലിയ വില കൊടുത്തിരിക്കുന്നത് സ്വർഗമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിനക്ക് അതിനെക്കുറിച്ച് ആകുലത ഉണ്ടെങ്കിൽ വന്ന് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിക്കും? തിരുവചനം പറയുന്നത്, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴും. കാര്യം സോൾവ് ആയോ നമുക്കറിയില്ല, എന്നതെങ്കിലും ചെയ്തോന്നറിയില്ല. കർത്താവ് പറയുന്നത് ഈ ശലോമിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അതുകൊണ്ട് പോയ സാധനം ആദ്യം മടങ്ങി വന്നിട്ടേ പിന്നെ അടുത്ത പ്രവൃത്തിയുള്ളൂ. അതുകൊണ്ട് ആ ഉപദ്രവ സമയത്ത് പോലും തിരുവചനം നോക്കുമ്പോഴത്തേക്കും പല ദേവദാസന്മാരും വലിയ സമാധാനത്തിലാണ് അവർ പ്രവർത്തിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഫിലിപ്പി ലേഖനം പറയുന്നത്, അപ്പം നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? അതായത് ആകുലപ്പെടാതിരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു, സമാധാനം കിട്ടുന്നു, പിന്നെ നിർത്തി അവിടെ. പക്ഷെ അടുത്ത വാക്യം എന്താ പറയുന്നത്? ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും. അവിടെ 8 കാര്യങ്ങളാണ് പറയുന്നത്. ഈ 8 കാര്യം ടിക്ക് ചെയ്യുന്ന സാധനം വല്ലതും ഉണ്ടെങ്കിൽ മാത്രം ചിന്തിച്ചാൽ മതിയെന്നാണ് പറയുന്നത്. സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവിൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിപ്പിൻ. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കും. അപ്പൊ ആദ്യം 6-ാമത്തെ അധ്യായത്തിൽ അല്ലെങ്കിൽ 7-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞത് എന്താ? നിങ്ങൾ ദൈവവുമായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സമാധാനം കിട്ടും. 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ മെഡിറ്റേഷൻ ഈ കാര്യങ്ങളിൽ ചെയ്തു കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കും. ഹല്ലേലൂയ. In the first level you received peace,
And in the second level, you will have the God of peace with you. Hallelujah. അപ്പോൾ ദൈവം നമ്മളോട് സമാധാനിച്ചിട്ട് ദൈവം എന്താ നമ്മളിന്ന് യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്നത്? മത്തായിയുടെ സുവിശേഷം 25:14 നിന്ന് 1-2 വാക്യങ്ങൾ പറഞ്ഞ് പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിർത്താനായിട്ട് പോവുകയാണ്. അപ്പം തിരുവചനം പറയുന്നത്, ദൈവം നമ്മളിൽ നിന്ന് ഒരു വലിയ വേല ആരംഭിച്ചു, കർത്താവ് അത് തീർത്തോളും, നമ്മൾ കീഴ്പ്പെട്ടാൽ മതി. കർത്താവ് നമ്മളോട് പറയുക, സന്തോഷിപ്പിൻ. കാരണം എന്താണ്? കർത്താവ് മഹത്വത്തിൽ വരുമ്പോൾ നമ്മളെ ദൈവത്തിൻ്റെ തേജസ്സിലേക്ക് അനുരൂപപ്പെടുത്തും. എന്നിട്ട് പറയുക, നിങ്ങൾക്ക് എന്തെങ്കിലും സമയത്ത് നിങ്ങൾക്ക് വറി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾക്ക് സമാധാനം ഞാൻ തരും. നിങ്ങളുടെ മെഡിറ്റേഷൻ നിങ്ങൾ ചേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആക്ച്വലി നമ്മൾ ഈ പേടിക്കുന്ന കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് സമാധാനപ്പെട്ടിരിക്കുക. പലപ്പോഴും നാം ആകുലപ്പെട്ട് കഴിയുമ്പോൾ ചെയ്യേണ്ട കാര്യം പോലും ചെയ്യത്തില്ല. ശരിയല്ലേ? ബിക്കോസ് വറി ക്രിപ്പിൾസ് us. ഈ ആകുലത നമ്മളെ അങ്ങ് കിടന്ന് പിടിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം പോലും ചെയ്യുകയില്ല. അതുകൊണ്ട് ദൈവം പറയുക, സമാധാനപ്പെട്ട് നിന്റെ ധ്യാനം റെഡിയാക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ആഗ്രഹം എന്താ നമ്മളെക്കുറിച്ച്? മത്തായിയുടെ സുവിശേഷം 25:14 പറയുന്നത്, അത് താലന്തുകളുടെ ഉപമയാണ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. നമുക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള വേദഭാഗമായതുകൊണ്ട് സ്റ്റുവർഡ്ഷിപ്പ് എന്നുള്ള ഒരു ദൈവ സത്യത്തെക്കുറിച്ച് ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ബിക്കോസ് അടുത്ത മെസ്സേജിൽ ഐ വാണ്ട് ടു ടോക്ക് അബൌട്ട് ദ സ്റ്റുവർഡ്ഷിപ്പ് ഓഫ് യുവർ കോൾ. ഒരു മനുഷ്യൻ പരദേശത്ത് 25:14 ഒരു മനുഷ്യൻ പരദേശത്ത് പോകുമ്പോൾ ദാസന്മാരെ വിളിച്ച് തൻ്റെ സമ്പത്ത് അവരെ ഏൽപ്പിച്ചു. കർത്താവ് ദാസന്മാരെ വിളിച്ച് അവരെ ഏൽപ്പിച്ചു. ഒരുവന് 5, ഒരുവന് 2, ഒരുവന് 1, ഇങ്ങനെ ഓരോരുത്തന് അവൻ്റെ പ്രാപ്തി പോലെ കൊടുത്ത് യാത്ര പുറപ്പെട്ടു. എത്രാന്നാ പറഞ്ഞേ? 5, 2, 1. അടുത്തിരിക്കുന്ന ആള് പറയാമോ? 0 ആരും ഇല്ല കേട്ടോ എന്ന് പറയാമോ? അങ്ങനെ ആരേലും മനസ്സിൽ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബിബ്ലിക്കൽ അല്ല കേട്ടോ. ഒരു താലന്ത് പോലും ഇല്ലാത്ത ഒരാളും ഇവിടെ ഇല്ല. അപ്പോൾ ഒരു താലന്തുള്ള ആളുടെ ഇംഗ്ലീഷിലെ പേരെന്താണ്? ടാലന്റഡ്. ടാലന്റഡ് ആണ്. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തി പറഞ്ഞാണ്, താങ്ക് യു ലോർഡ് ഫോർ മേക്കിംഗ് മീ ടാലന്റഡ്. വിശ്വാസം വരുന്നില്ല. താങ്ക് യു ലോർഡ് ഫോർ മേക്കിംഗ് മീ ടാലന്റഡ്. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞാട്ടെ, നിങ്ങൾ ടാലന്റഡ് ആന്ന് പറഞ്ഞാട്ടെ. അവരുടെ താലന്ത് എന്നാൽ നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ബൈബിള് പറയുന്നത് ഒരെണ്ണം പോലും കൊടുക്കാതെ ആരെയും വിട്ടിട്ടില്ല. ആ കൊടുത്തത് എങ്ങനെയാന്നാ പറഞ്ഞിരിക്കുന്നത്? അവനവന്റെ പ്രാപ്തിക്കനുസരിച്ച്. ഒന്ന് കൊടുത്തപ്പോൾ എല്ലാവരും അറിഞ്ഞു എൻ്റെ പ്രാപ്തി ഇച്ചിരി കുറവാണെന്ന്. ഇച്ചിരി കമ്പാരിസൺ വന്ന് ഇച്ചിരി ആകെ ഇൻസെക്യൂറായി. 5ാമത്തെ ആള് ഭയങ്കര കോളറൊക്കെ പോക്കി, അല്ലെങ്കിൽ 5 കിട്ടിയ ആള് ഭയങ്കര സ്റ്റാറായിട്ട് നിൽക്കുവാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, ഈ കഥ അറിയുന്നവർക്കറിയാം ഇത് ഫസ്റ്റ് റൗണ്ട് മാത്രമാണ്. അഞ്ച് കിട്ടിയവൻ ചേർത്തില്ലെങ്കിൽ അതെടുത്ത് വേറെ ആൾക്ക് കൊടുക്കും. 1 കിട്ടിയവൻ, അവൻ വിശ്വസ്തനായാൽ അവൻ അധികത്തിൻ്റെ ചുമതലക്കാരനാവും. അടുത്തിരിക്കുന്ന ആൾ പറഞ്ഞാട്ടെ, ഇൻസെക്യൂർ ആവണ്ട, ഫസ്റ്റ് റൗണ്ടാണ്, ഒരു പ്രശ്നമില്ല. ഹല്ലേലൂയ. ഇത് കണ്ടോ? അങ്ങനെ കൊടുത്ത് അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് കൊടുത്തു. എത്രയോ സ്ഥലങ്ങളിൽ പ്രാപ്തിക്കനുസരിച്ച് ആൾക്കാർക്ക് ഉയരാൻ പറ്റുന്നില്ല. ദൈവം നമ്മളെ വളർത്താൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയാമോ, കർത്താവേ, എൻ്റെ പ്രാപ്തിക്കനുസരിച്ചുള്ളത് എനിക്ക് തന്നതിനായിട്ട് നന്ദി. ഹല്ലേലൂയ. എന്നിട്ട് എന്താ പറയുന്നത്? ഇങ്ങനെ ഓരോരുത്തരും പ്രാപ്തി പോലെ കൊടുത്തിട്ട് അങ്ങ് പോയി. യജമാനൻ പോയി. എന്നിട്ട് പറയുന്നത് 5 കിട്ടിയവന്
അവൻ എന്നതാ ചെയ്യേണ്ടതെന്ന് അറിയാമായിരുന്നു. അവൻ 5 കൂടെ ചേർത്തു. 2 കിട്ടിയവൻ 2 കൂടെ. അവർക്ക് എങ്ങനെ അറിയാം ഇതെന്തോ ചെയ്യേണ്ടതെന്നുള്ളേ? കൊടുത്തിട്ട് പെട്ടെന്ന് യജമാനൻ പോയി പറഞ്ഞതോ കാര്യങ്ങളോ, മോനെ നീ അത് ആ ഇൻഡെക്സ് ഫണ്ടിൽ ഇടണം, അല്ലെങ്കിൽ മറ്റേ ഇന്ന ഷെയറിലിടണം, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഒന്നും പറഞ്ഞതായിട്ട് ഇവിടെ പറയുന്നില്ല. യജമാനൻ പോയി. ഇവർക്ക് അറിയാമായിരുന്നു എന്ത് ചെയ്യണമെന്നും യജമാനൻ എന്ത് ചോദിക്കുമെന്നും അറിയാം. Today, I want to help you understand, നമ്മുടെ stewardship is very much dependent on our relationship with him. ഈ ദൈവത്തെ അറിയാതെ ഒരു റോളിലും ഒരു stewardship നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഈ യജമാനനെ അറിഞ്ഞേ പറ്റൂ. തന്ന സാധനം, ഞാൻ ഇത് വായിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവേ, ആ 3-ാമത്തെ ആൾ അത്ര മോശക്കാരനല്ല, കൊടുത്ത സാധനം അങ്ങ് കളഞ്ഞൊന്നും ഇല്ലല്ലോ. എത്രയോ പേര് തന്ന പൈസ പൊട്ടടിച്ച് ഒന്ന് ലാസ്റ്റ് ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് ടാറ്റ കാണിക്കുന്നു. പുള്ളിയാണെങ്കിൽ സേഫായിട്ട് ലോക്കറിൽ വെച്ച് കുഴിച്ചെടുത്ത് തിരിച്ചു കൊടുത്തു. ലോകത്തിന് അത് കുഴപ്പമില്ല, ദൈവരാജ്യത്തിന് അത് അക്സെപ്റ്റബിൾ അല്ല. കാരണം ഇത് സ്വർഗകുമാരൻ്റെ രക്തം മുഖാന്തരം തന്നിരിക്കുന്ന താലന്തുകളാണ്. അതുകൊണ്ടാ ഞാനത് വളരെ നമ്മുടെ ഭാഷയിൽ പറയാം. അതുകൊണ്ടാ അവിടെ ചോദിക്കുന്നുണ്ട്, എടാ ദുഷ്ടനും മടിയനുമായിട്ടുള്ള ദാസനെ, നീ ഒരു SB അക്കൗണ്ട് തുടങ്ങി ഒന്ന് ഇട്ടായിരുന്നെങ്കിൽ 4% നിനക്ക് പലിശ കിട്ടത്തില്ലായിരുന്നോ? നിനക്ക് എൻ്റെ രക്തത്തിൽ നിന്ന് വന്ന ഈ താലന്തിന് അല്പം കൂടെ റിവാർഡ് വർദ്ധിപ്പിക്കാൻ നിനക്കൊരു ആഗ്രഹമില്ലേ? യജമാനൻ പോയി, യജമാനൻ വരും ഒരു ദിവസം. തിരുവചനം 2 കൊരിന്ത്യർ 5:14-15 പറഞ്ഞ് വായിച്ച് ഞാൻ പ്രാർത്ഥിക്കാൻ പോയാ. To introduce the general concept of stewardship. ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും, ശ്രദ്ധിച്ച് കേട്ടാട്ടെ, ജീവിക്കുന്നവർ ഇനി തങ്ങൾക്ക് വേണ്ടിയല്ല, എന്നാൽ സകലർക്കും വേണ്ടി മരിച്ച യേശുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ളതാ തിരുവചനത്തിൽ നിന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇത് നമ്മുടെ ജീവനാണെന്ന് വിചാരിക്കുക. അത് പിശാചിൻ്റെ കയ്യിലായിരുന്നു. ഇത് പൈശാചികമല്ലെങ്കിലും ഞാനിവിടെ വെക്കുവാണ്. അത് പിശാചിൻ്റെ കയ്യിലായിരുന്നു. യേശുക്രിസ്തു ഒരു വലിയ പ്രവൃത്തി ചെയ്ത് അതിപ്പോൾ യേശുക്രിസ്തുവിൻ്റെയാണ്. പക്ഷെ നമ്മളോട് വലിയ സ്നേഹമുള്ളത് കൊണ്ട് നമ്മളൊക്കെ വലിയ വില കൊടുത്തൊരു സാധനം മേടിച്ച് വല്ലവരുടെയും കൈ കൊടുത്തു കഴിഞ്ഞാൽ ദിവസം ഒരു 4-5 പ്രാവശ്യം ടെക്സ്റ്റ് ചെയ്യും. അത് സൂക്ഷിച്ചോണേ, തിരിച്ചോണേ, പിടിച്ചോണേ, തൂത്തോണേ, നനച്ചോണേ, പൂവാടല്ലേ, കോഴിയെ കയറ്റണേ, എടുക്കണേ, പിടിക്കണേ. യേശു നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നത് കൊണ്ട് ആ അധികാരം തിരിച്ച് നമ്മുടെ പക്കൽ തന്നു. പിശാച് എടുത്തത് സ്വന്തം ജീവൻ കൊണ്ട് മറുവിലയായി കൊടുത്ത് നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ടും ബഹുമാനിക്കുന്നത് കൊണ്ടും ഇത് നിന്റെ ജീവൻ തന്നെയാന്ന് പറഞ്ഞ് തരികയാ. യേശു ഓണർ അല്ലാഞ്ഞിട്ടല്ല, ഹി ഈസ് നോട്ട് ഡിമാൻഡിങ്. നമ്മൾ വിവാഹ ജീവിതത്തിൽ പലപ്പോഴും ഒരുപക്ഷെ അതായത് എന്നെ ഒന്ന് സ്നേഹിക്കൂ എന്ന് പറഞ്ഞിട്ട് സ്നേഹിച്ചിട്ട് കാര്യമില്ല, അല്ലേ? കർത്താവിനറിയാം, there is no point in owning these people without a relationship. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നുള്ള വ്യക്തിബന്ധത്തിന് വേണ്ടി കർത്താവ് ഈ ജീവിതം നമ്മുടെ പക്കൽ തന്നിരിക്കുക. So ഇന്ന് I'm just taking this time to conclude and pray. നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഏതവസ്ഥയിലാണെങ്കിലും ശരി, നമ്മൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. നിങ്ങളൊരു ദൈവ പൈതലാണോ
ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിങ്ങൾ മുട്ടുമടക്കാൻ തയ്യാറാണോ? ആകുലപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ താഴ്മപ്പെടാൻ തയ്യാറാണോ? താഴ്മപ്പെടാൻ അറിയുമോ എന്നല്ല ഞാൻ ചോദിച്ചേ. തിരുവചനം മുഴുവൻ അറിയുമോ എന്നല്ല ചോദിച്ചേ. നിങ്ങൾക്ക് വലിയ അറിവും ബുദ്ധിയും ഉണ്ടെന്നല്ല ചോദിച്ചേ. ദൈവവചനം ഇന്നത് പറയുന്നു, എനിക്കത് കഴിയുന്നില്ല, എൻ്റെ അപ്പ എന്നെ സഹായിക്കാമോ എന്ന് പറഞ്ഞ് മുട്ടുമടക്കാൻ തയ്യാറാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇപ്പോൾ തന്നെ വലിയൊരു സമാധാനവും സ്വസ്ഥതയും വരട്ടെ. ഞാൻ ഈ സഭയുടെ മേൽ പ്രഖ്യാപിക്കുകയായി, സഭയിൽ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ പോലും ദൈവത്തിൻ്റെ ആ സ്വസ്ഥതയും സമാധാനവും സ്വീകരിച്ച they will finish their race well, gloriously for the Lord. അതോടൊപ്പം തന്നെ നിങ്ങളിന്ന് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ വിശ്വസിച്ചാട്ടെ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഞാൻ ഉറപ്പായി വിശ്വസിക്കുന്നു എന്നാണ് പറയുന്നത്. വിശ്വസിച്ചാട്ടെ, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മഹത്വത്തിൽ ഇറങ്ങും. നിങ്ങളുടെ ആകുലതകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അത് ദൈവത്തിൻ്റെ പക്കലേക്ക് കൊടുത്താട്ടെ. കർത്താവെ, ഇതിൻ്റെ സൊല്യൂഷൻ എന്തെന്ന് എനിക്ക് അറിയുകയില്ല. കർത്താവ്, ഇതിൽ ഞാൻ എന്ത് ചുവടെടുക്കണമെന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷേ എനിക്ക് സമാധാനം വേണം കർത്താവെ. എൻ്റെ ധ്യാനത്തെ മാറ്റണമേ ലോർഡ്. ചേഞ്ച് മൈ മെഡിറ്റേഷൻ ലോർഡ്. കർത്താവെ, ആ നെഗറ്റീവ് തോട്ട് ലൂപ്പ് യേശുവിൻ്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. ദൈവിക ചിന്തകൾ കർത്താവെ ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ആരും നിയന്ത്രിക്കാൻ പോകണ്ട. ദൈവം അതിന് നമ്മളെ വിളിച്ചിട്ടുമില്ല, അതിനുള്ള കൃപ ലഭിക്കുകയുമില്ല. എന്നാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഞാൻ എന്നെ തന്നെ യേശുവിൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ നിയന്ത്രിക്കാൻ പോകുക. സെൽഫ് കൺട്രോൾ. ഞാൻ എന്നെ തന്നെ ദൈവത്തിന് വേണ്ടി സ്റ്റുവേർഡ് ചെയ്യാൻ പോവുക. കർത്താവെ, എൻ്റേതല്ലാത്ത ആ ജീവിതം, എൻ്റെ ജീവിതം പിശാച് പിടിച്ചതാണ്. അങ്ങയുടെ രക്തമുഖാന്തരം അത് വിലക്ക് മേടിച്ച് ഇപ്പോൾ വലിയ ബഹുമാനത്തോടുകൂടെ കഴിവൊന്നുമില്ലാത്ത എൻ്റെ പക്കലേക്ക് അത് തിരിച്ചു തന്നു. Lord, thank you for the great honor that you give us. കർത്താവെ, അതുകൊണ്ട് ഇനിയുള്ള നാളുകളെല്ലാം അങ്ങയുടെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. എൻ്റെ ജീവിതത്തിലെ സകലതും യേശുവിന് വേണ്ടി എനിക്ക് സ്റ്റുവേർഡ് ചെയ്യണം. അങ്ങനെ ഇന്നൊരു പുതിയ തീരുമാനം ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തണമെങ്കിൽ ഉയർത്താം. ബിക്കോസ് നിങ്ങളുടെ ഹൃദയം ദൈവത്തിന് അറിയാം. ബേസിക്കലി ഐ എം ആസ്കിങ് യു ദാറ്റ് നിങ്ങൾക്കത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫിസിക്കൽ മൂവ്മെൻറ്റോടുകൂടെ വല്ലതും നിങ്ങൾക്ക് ഉറപ്പാക്കണമെങ്കിൽ ജസ്റ്റ് ഗോ ഹെഡ് ആൻഡ് ഡു ദാറ്റ്. കർത്താവെ, എൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യവും ലോർഡ് ഹെൽപ്പ് മീ ടു സ്റ്റുവേർഡ് ഇറ്റ് ഫോർ യുവർ ഗ്ലോറി. ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട്. കർത്താവ്, എനിക്ക് തന്ന ആ ഒരു താലന്തിനായിട്ട് നന്ദി. ഓ, താങ്ക് യു ലോർഡ്. കർത്താവ്, എനിക്ക് കിട്ടാതിരുന്ന താലന്തുകളെ കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി വിഷമിച്ചു. എന്നോട് ക്ഷമിക്കണമേ കർത്താവ്. എനിക്ക് ആ ഒരു താലന്ത് തന്നത് തന്നെ ഞാൻ വിശ്വസ്തയോടെ ഞാൻ കൈകാര്യം ചെയ്തില്ല. എന്നോട് ക്ഷമിക്കണേ കർത്താവെ. കർത്താവ്, ഇന്ന് അനുതപിച്ച് ഒരു ചാൻസും കൂടെ എനിക്ക് തരുമോ എന്ന് ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു. കർത്താവ്, അങ്ങ് തന്നിരിക്കുന്ന ഒരു താലന്ത് എൻ്റെ ഈ പ്രിയ താതനോട് ചേർന്ന് നിന്ന് അത് പരിപാലിക്കാനായിട്ടുള്ള കൃപ സ്വീകരിച്ച് താഴ്മയോടെ ശുശ്രൂഷിക്കാനായിട്ട് കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന് ചോദിക്കുന്നു. ഹല്ലേലൂയ. താഴ്മയോടെ കർത്താവ്, ഈ താലന്ത് നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയുന്ന താലന്തല്ല. ഈ താലന്ത് കർത്താവെ അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരം എനിക്ക് ലഭിച്ചിരിക്കുന്ന താലന്താണ്. Oh, this is my ministry. Oh, this is what the Lord has entrusted me. ഇത് എൻ്റെ ദൗത്യമാകുന്നു, ഇതെൻ്റെ അസൈൻമെൻ്റ് ആകുന്നു. കർത്താവെ, പൂർണ്ണ ഹൃദയത്തോടെ എന്നെ തന്നെ ഇതിന് സമർപ്പിച്ച് കർത്താവെ അത് പരിപാലിക്കുവാനായിട്ടുള്ള കൃപ കർത്താവ് എനിക്ക് തരണമേ. കർത്താവെ, അങ്ങ് മടങ്ങി വരുമ്പോൾ കർത്താവെ വലിയ സന്തോഷത്തോടുകൂടെ
ഇത് പെരുക്കുവാൻ, വർദ്ധിപ്പിക്കുവാൻ എനിക്ക് തന്ന ദൈവകൃപയിൽ സന്തോഷിച്ചുകൊണ്ട് അപ്പാ എൻ്റെ 2 താലന്ത് ഇതാ എന്ന് പറയുവാൻ തക്കവണ്ണം എന്തെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കണമോ അത് പരിശുദ്ധാത്മാവ് ചെയ്യണമേ എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇനി അല്പം പോലും നിസ്സാരമായിട്ട് എടുക്കാതെ കർത്താവെ പരിശുദ്ധാത്മാവിനെ മാനിച്ചുകൊണ്ട് ഈ സ്റ്റുവർഡ്ഷിപ്പിൽ പരിശുദ്ധാത്മാവിനെ മാനിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. പരിശുദ്ധാത്മാവിനെ ഓർമ്മിപ്പിക്കുന്ന ഡോക്ടർ സുജയുടെ ജീവിതത്തിൽ അധികത്തിൻ്റെ ചുമതലക്കാരിയാക്കും. കർത്താവ് വ്യത്യസ്തമായിട്ടുള്ള കൃപകളാൽ നിറയ്ക്കുന്നു. കർത്താവ് അത് ചെയ്യുകയാൽ നന്ദി. താങ്ക് യു ലോർഡ്. ഉയരുന്തോറും ദൈവം ഭാഗത്ത് താഴുമ്പോൾ കർത്താവ് അടുത്ത ചുവടുകളിലേക്ക് കർത്താവ് നയിക്കും. താങ്ക് യു ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട സഭ കർത്താവ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനാണ് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.